അപ്പോൾ ഇന്ന് ഒരു ഹോട്ടലിൻ്റെ നൈൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ ബ്രോഷർ കാണാനിടയായിട്ട് അപ്പോൾ നമ്മളതിൽ അൽഫഹാമുണ്ട്, ബിരിയാണി ഉണ്ട്, കുഴിമന്തി ഉണ്ട്. അപ്പോൾ അതിൽ വെറൈറ്റി ആയിട്ട് തോന്നിയത് ചിക്കൻ മദ്ഹൂത്ത്, ബീഫ് മദ്ഹൂത്ത് എന്ന് പറഞ്ഞിട്ട് 2 ഐറ്റം കണ്ടു കേട്ടോ. അത് അറേബ്യൻ ഫുഡാണ്, അത് നമുക്കിവിടെ പരിചിതമല്ല. അപ്പോൾ ബീഫ് മദ്ഹൂത്തും ചിക്കൻ മദ്ഹൂത്തും എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇത് നമ്മൾ എക്സാക്റ്റ് ഈ ഹോട്ടൽ വന്നിരിക്കുന്ന 2 ആഴ്ച ആയിട്ടുള്ളത് വന്നിട്ട് ചിറ്റൂർ റോട്ടിൽ, പാലക്കാട് ചിറ്റൂർ റോട്ടിൽ ലക്ഷ്മി ഹോസ്പിറ്റലിൻ്റെ തൊട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മണപ്പള്ളിക്കാവ് വഴി ഹൈവേ വഴി വന്നതാണ്, അവിടെ ട്രാഫിക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ കൽമണ്ഡപം വഴി വരികയാണെങ്കിൽ മൈതാനത്തിന് തിരിഞ്ഞ് ഇങ്ങനെ വരണം, കോട്ട മൈതാനത്ത് തിരിഞ്ഞ് വരണം. നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ്. ഓൾറെഡി അതിനകത്തൊരു ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് 2 ആഴ്ചയായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കാരണം പേര് കേട്ടപ്പോൾ തന്നെ ചിക്കൻ മദ്ഹൂത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിവിടെ കേൾക്കാത്തൊരു പേരാണല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടാവും ഫുഡ് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നല്ല ഏരിയ ഉണ്ട്, പാർക്കിങ്ങിന് നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ പോവുകയാണെങ്കിലും ഞാനൊരു എന്തായാലും ഫുഡ് നടന്ന് കഴിക്കുന്ന ഒരാളാണ്, അത്യാവശ്യം ഫാമിലി ആയിട്ട് പോവും. അപ്പോൾ എന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്ന നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കിച്ചൺ, ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ ഒരു വെറൈറ്റി കുക്കറിലാണ്, നമ്മൾ കണ്ട് പരിചിതമല്ലാത്ത ഒരു കുക്കറിലാണ് ഈ മദ്ഹൂത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബെഞ്ച് പോലെ ഫുൾ ലെങ്ത്തിൽ 8ഉം 9ഉം കുക്കർ വെച്ചിട്ടാണ് അവർ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് വിസിൽ വന്ന് അവർ ആ പാകമായ സാധനങ്ങൾ എടുത്ത് സെർവ് ചെയ്യുന്നുണ്ട്. മറ്റേ ഒരു സൈഡ് അവർ പുതിയ കുക്കറിലേക്ക് പുതിയ ഐറ്റങ്ങൾ നിറച്ച് മദ്ഹൂത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ 20 മിനിറ്റ് വെയിറ്റിംഗ് ഒക്കെ പറഞ്ഞു, പക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടാണ്. കാരണം നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ. അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് ഫുഡ് എന്നെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫുഡ് ഡീഗ്രേഡ് ചെയ്യാനോ ഒന്നുമല്ല കേട്ടോ. ഞാൻ കഴിക്കുന്നൊരു സംഭവം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അല്ലാതെ കാരണം അവർ നല്ലൊരു എന്താ പറയുക പൈസ മുടക്കി ഇത്രയും വലിയൊരു വെഞ്ചർ തുടങ്ങിയിരിക്കുന്നത്, ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ട് അവിടെ പോയിട്ട് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കത് ഹെൽത്തി ആണോ അതാണോ എന്നൊക്കെ അതൊക്കെ അവരവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ അതെന്താണെന്ന് അറിയും വേണം. അതിനെക്കുറിച്ച് നമ്മളൊരാൾ തുടങ്ങിയിരിക്കില്ല, എത്രയും പേര് അവിടെ തൊഴിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് പോയി കാണാമെന്ന് പറഞ്ഞ് നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഫുഡ് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. 20 മിനിറ്റൊക്കെ പറഞ്ഞ് ഒരു 10 മിനിറ്റ് കൊണ്ട് സംഭവം നമുക്ക് തന്നു. അത്ര തിരക്ക്, വലിയ കുഴപ്പമില്ലാത്തൊരു തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം, ചിക്കൻ മദ്ഹൂത്ത് കേട്ടോ. ആ ഒരു ചിക്കനെ 2ആയി പിളർന്നിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ അൽഫാമിലെ പോലെ തന്നെ സ്കിന്നുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ. റൈസ് എനിക്ക് തോന്നിയ എക്സ്പീരിയൻസ് ഞാൻ പറയാം, അതേ ടേസ്റ്റ് തന്നെ. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. ആ കുരുമുളകും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതേ ടേസ്റ്റ് തന്നെയാണ് തോന്നിയത്. അതായത് കുഴിമന്തി പോലെ തന്നെയാണ്. കുഴിമന്തിയിൽ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കുറച്ച് സ്പൈസി ആയിരിക്കും. നമ്മളിപ്പോൾ അൽഫഹാം കുഴിമന്തിയാണ് കൂടുതലും കഴിക്കുന്നത്, അല്ലെങ്കിൽ പെരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് ചിക്കനിലെ മസാലയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചുട്ടെടുക്കുന്ന കാരണം തന്നെ വളരെ ഇത് ശരിക്കും വേവിച്ചെടുത്ത പോലത്തെ ഒരു ചിക്കൻ. അതിൻ്റെ ചെറിയൊരു ഉപ്പ് രസവും ആ പുളിപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. കണ്ടോ, കറക്റ്റായിട്ട് ചിക്കൻ നമ്മൾ എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത്, ഒന്നുമില്ലാതെ വേവിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പിന്നെ റൈസ് അതേ ടേസ്റ്റ് തന്നെ, മന്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മളെന്താണെന്ന് വെച്ചാൽ കുക്കറിൽ വേവിക്കുന്ന കാരണം ഒരു കുറച്ച് ആ സ്റ്റാർച്ചില്ല, ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അതുണ്ടാവും. മറ്റേതുപോലെ ഡ്രൈ അതൊരു വേറൊരു ലെവലാണല്ലോ ബിരിയാണി കണ്ടാവും, അങ്ങനെ ഒരു വഴുവഴുപ്പുണ്ടാവും. പക്ഷേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് അത് തന്നെയാണ് തോന്നിയത്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, കുക്കറിലായതുകൊണ്ട് തന്നെ നന്നായി വെന്ത്. പിന്നെ അതിൻ്റെ ഒപ്പം സലാഡ്, റെഡ് ചട്നി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഹാഫും ഉണ്ട് ഫുള്ളും ഉണ്ട്. ഫുള്ളിന് 700 രൂപയാണ്. അപ്പോൾ ഫുള്ള് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 ആൾ കഴിക്കുകയാണെങ്കിൽ കൂടുതലുമായിരിക്കും, 5 ആൾക്ക് കറക്റ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഹാഫ് വാങ്ങിക്കഴിഞ്ഞാൽ കുറവുമായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും ഫുള്ള് വാങ്ങി നമ്മൾ കഴിച്ചു, കാരണം വീട്ടിലേക്കും കുറച്ച് കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ട് വാങ്ങി. അപ്പോൾ സംഭവം കുഴപ്പമില്ല, നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, ഒരു പുതിയൊരു സംരംഭമല്ലേ. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. പിന്നെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അവരവൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനും കാര്യങ്ങളൊക്കെയാണ്.